പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതമാണ്. യാത്രകളുടെ കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അതിനു മുമ്പ് ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. നിങ്ങൾ വിദേശ യാത്രകൾക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ പാസ്പോർട്ടും ടിക്കറ്റും എടുത്തു വെക്കുന്നതിന് മുൻപ് ലോകത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. പശ്ചിമേഷ്യയിൽ പുകയുന്ന സംഘർഷങ്ങൾ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. ആഗോളതലത്തിൽ സഞ്ചാരികളുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം മുറുകുന്ന പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള തങ്ങളുടെ പൗരന്മാരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് നിമിഷവും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളോ തടങ്കലിൽ വെക്കലോ ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ ലോകരാജ്യങ്ങളെ 4 സുരക്ഷാ തട്ടുകളിലായി തിരിച്ച് പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അമേരിക്കൻ അധികൃതർ. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിദേശയാത്ര നടത്തുന്ന അമേരിക്കൻ പൗരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള സംഘർഷബാധിത മേഖലകളിൽ അമേരിക്കക്കാർക്ക് നേരെ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായ തടങ്കലിൽ വെക്കൽ, ആക്രമണങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ലോകരാജ്യങ്ങളെ 4 വ്യത്യസ്ത സുരക്ഷാ തലങ്ങളിലായി തരംതിരിച്ചാണ് അമേരിക്ക മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള ലെവൽ 4 വിഭാഗത്തിലാണ് ഇറാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരവാദം, ആഭ്യന്തര കലഹം, അമേരിക്കൻ പൗരന്മാരെ തടഞ്ഞു വെക്കാനുള്ള സാധ്യത എന്നിവ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 4 തട്ടുകളുള്ള സുരക്ഷാ ക്രമീകരണത്തിൽ ലെവൽ 1 സാധാരണ മുൻകരുതലുകൾ മതിയെന്ന സൂചന നൽകുമ്പോൾ ലെവൽ 4 എന്നത് ജീവന് ഭീഷണിയുള്ള സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഹെയ്തി, ഇറാഖ്, ലിബിയ, റഷ്യ, സൊമാലിയ, സുഡാൻ, ഉക്രൈൻ, യമൻ എന്നീ രാജ്യങ്ങളും നിലവിൽ ഈ പട്ടികയിലുണ്ട്. ഈ രാജ്യങ്ങളിലും പലയിടത്തും അമേരിക്കയ്ക്ക് നയതന്ത്ര സാന്നിധ്യമില്ലാത്തതിനാൽ അപകടമുണ്ടായാൽ പൗരന്മാരെ സഹായിക്കാൻ പരിമിതികളുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷം പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ സുരക്ഷയെയും ബാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സുരക്ഷാ നിലവാരം ലെവൽ 2 നിന്ന് ലെവൽ 3 ഉയർത്തി. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഇസ്രായേൽ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളും നിലവിൽ ലെവൽ 3 വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഹോണ്ടുറാസ്, വെനസ്വേല, നിക്കരാഗ്വ എന്നീ രാജ്യങ്ങളും ലെവൽ 3 വിഭാഗത്തിലുണ്ട്. യൂറോപ്പിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, UK, ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ലെവൽ 2 വിഭാഗത്തിലാണ് വരുന്നത്. മെക്സിക്കോയും ക്യൂബയും ലെവൽ 2 വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഓരോ പ്രദേശത്തെയും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് അനുസരിച്ച് വ്യത്യസ്ത സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പാർക്കുകളും ഇനി അമേരിക്കക്കാർക്ക് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ സൈനിക വക്താവ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതും അമേരിക്കയെ ആശങ്കയിലാക്കുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള അമേരിക്കക്കാർ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്നും എംബസികളിൽ നിന്നുള്ള അറിയിപ്പുകൾക്കായി സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ഭീകരാക്രമണങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും സാധ്യതയുണ്ടെന്ന ഇറാന്റെ പരസ്യമായ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അതീവ അപകടകാരികളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഔദ്യോഗികമായ സഹായം നൽകുന്നതിനുള്ള പരിമിതികളും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനാണ് പൗരന്മാർക്ക് അമേരിക്ക നൽകുന്ന നിർദ്ദേശം. ഇറാനുമായുള്ള സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണ ജീവിതത്തെയും ടൂറിസം മേഖലയും എല്ലാം നന്നായി തന്നെ ബാധിച്ചിരിക്കുന്നു. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇപ്പോൾ നിരീക്ഷണ വലയത്തിലാണ്. യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്നവർക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ലോകമൊരു യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ യാത്രകൾ വെറുമൊരു വിനോദമല്ല, വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടാത്ത പക്ഷം യാത്രാ വിലക്കുകളും സുരക്ഷാ ഭീഷണികളും ഇനിയും തുടരാനാണ് സാധ്യത. ഓരോ രാജ്യവും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആഗോള വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എംബസികളിൽ നിന്നുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് മുൻപിലുള്ള ഏക പോംവഴി. സമാധാനപരമായ അന്തരീക്ഷം തിരികെ വരുന്നതുവരെ അതീവ ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങൾ അനിവാര്യമാണ്. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രവാസികൾ എംബസികൾ നൽകുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കുക.